ചിക്കൻ സ്പ്രിംഗ് റോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ തൊലി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. സ്പ്രിംഗ് റോളിനുള്ള തൊലിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വീഡിയോ റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇതിൽ തൊലി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. ആ തൊലി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോൾ റെഡിയാക്കുന്നതെന്ന് നോക്കാം. സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് റോളിന് വെളിച്ചെണ്ണ അത്ര രുചി ഉണ്ടാവില്ല, വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് നേരിയതായിട്ട് നീളത്തിലരിഞ്ഞതും അതേപോലെ കുറച്ച് ക്യാബേജ് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഏകദേശം 2 കപ്പോളം ഉണ്ടാവും അരിഞ്ഞതിന് ശേഷം. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരുന്നത്. ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം നേരിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയതുപോലെ ഉണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. വെജിറ്റബിൾസ് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതലും വെജിറ്റബിൾസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ചിക്കൻ ഫ്രൈ ചെയ്തത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിക്കൻ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ടാണ് മല്ലിയില മാത്രം ചേർത്തിരിക്കുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് തൊലിയെടുത്ത് ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ അപ്പാട് എടുക്കുകയാണെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഈ തൊലി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല എളുപ്പമാണ്. ഇതുപോലെ ഫ്രീസറിൽ തൊലി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ഈ തൊലിയിലേക്ക് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അറ്റത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ഈ അറ്റത്ത് വിരൽ കൊണ്ട് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടി നിൽക്കില്ല. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇളകി വരും. അതുകൊണ്ട് കുറച്ച് മൈദ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുഴുവൻ സ്പ്രിംഗ് റോളും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതുപോലെ തൊലി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ സ്പ്രിംഗ് റോൾ മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സ്പ്രിംഗ് റോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ ഒരേ സമയം 4 സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ഈ തൊലി ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എണ്ണ കുടിക്കുമെന്ന്. ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മൾ വാട്ടിയെടുക്കുന്ന തൊലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ കുടിക്കാതെ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. തീരെ എണ്ണ കുടിക്കില്ല ഈ തൊലിയിൽ. അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ നിന്നും എടുത്ത ഉടനെ ഉണ്ടാക്കരുത്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ തൊലി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നല്ലോണം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ ഇതിലൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്യുക.
സ്പ്രിംഗ് റോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ സ്പ്രിംഗ് റോളും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. സ്പ്രിംഗ് റോളിന് ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല ഈ തൊലിക്ക്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക്